Who taught you to hate your own kind? Who taught you to hate the race that you belong to? So much so that you don't want to be around each other. No, before you come asking Mr. Muhammad, does he teach hate? You should ask yourself, who taught you to hate being what God gave you? നിസ്സാരനായ കുറ്റവാളിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വംശീയവെറിക്കെതിരെയുള്ള ലോകത്തിൻ്റെ ശബ്ദമായി തീർന്നത്? ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ മുസ്ലിങ്ങളിൽ ഒരാൾ, കറുത്ത വർഗക്കാരുടെ വിമോചന സമരത്തിൻ്റെ പ്രതീകം, തലമുറകൾക്ക് പ്രചോദനം, ഒരു ഗ്യാങ്സ്റ്റർ, പ്രാസംഗികൻ, വിപ്ലവകാരി. ഇതാണ് മാൽക്കം എക്സിൻ്റെ അസാധാരണ ജീവിതയാത്ര. 1925 അമേരിക്കയിലെ നെബ്രാസ്കയിലെ ഒമാഹയിലാണ് മാൽക്കം എക്സ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ ഏൽ ലിറ്റിലും ലൂയിസ് ലിറ്റിലും പാൻ ആഫ്രിക്കൻ ആക്ടിവിസ്റ്റായ മാർക്കസ് ഗാർവിയിൽ ആകൃഷ്ടരായവരായിരുന്നു. മാൽക്കമിന് 4 വയസ്സ് മാത്രമായിരിക്കുന്ന സമയത്ത് അവരുടെ വീട് കത്തിച്ച കൂ ക്ലൂക്സ് ക്ലാനിൻ്റെ നിരന്തരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അവരുടെ കുടുംബം മിഷിഗണിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. മാൽക്കമിൻ്റെ 4 അമ്മാവന്മാരും വെള്ളക്കാരായ വംശീയവാദികളാൽ കൊല്ലപ്പെട്ടിരുന്നു. മാൽക്കമിന് 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. ഔദ്യോഗിക രേഖകളൊക്കെ ആ സംഭവത്തെ ഒരു സ്ട്രീറ്റ് കാർ ആക്സിഡൻ്റായിട്ടാണ് രേഖപ്പെടുത്തിയതെങ്കിലും അദ്ദേഹത്തെ ബ്ലാക്ക് ലീജിയൻ കൊലപ്പെടുത്തിയതാണെന്നാണ് മാൽക്കമിൻ്റെ അമ്മ വിശ്വസിച്ചു പോകുന്നത്. മാൽക്കമിന് 13 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു. അവരുടെ മക്കളെ ഓരോരുത്തരെയും വെവ്വേറെ അനാഥാലയങ്ങളിലേക്ക് അയച്ചു. മാൽക്കം സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ കറുത്തവർഗക്കാരനായ ഒരു ബാലൻ ഒരു അഭിഭാഷകനാവാൻ ആഗ്രഹിക്കുക എന്നത് തീർത്തും യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു കാര്യമാണെന്ന് ഒരു വെള്ളക്കാരനായ അധ്യാപകൻ പറഞ്ഞതിന് പിന്നാലെ സ്കൂൾ പഠനം നിർത്തി. മിഷിഗനിലും ബോസ്റ്റണിലും കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ 18ാമത്തെ വയസ്സിൽ ഹാർലമിലേക്ക് നീങ്ങി. അവിടെ ചൂതാട്ടവും കവർച്ചയും മയക്കുമരുന്നിടപാടും കൂട്ടിക്കൊടുക്കലുമൊക്കെയായിരുന്നു ഏർപ്പാട്. ബോസ്റ്റണിലെ ഒരു ചെറിയ ഗ്യാങ്ങുമായി ചേർന്ന് നടത്തിയ 1ലധികം കവർച്ചകളുടെ പേരിൽ തൻ്റെ 21ാമത്തെ വയസ്സിൽ അദ്ദേഹം അറസ്റ്റിലാവുകയും 8 മുതൽ 10 വർഷം വരെ ചാൾസ് ടൗൺ സ്റ്റേറ്റ് ജയിലിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. ഈ ജയിൽവാസം മാൽക്കമിൻ്റെ ജീവിതത്തിലെ പരിവർത്തനങ്ങളുടെ തുടക്കമായിരുന്നു. തടവിലായിരിക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ നേഷൻ ഓഫ് ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ നേതാവ് എലിജ മുഹമ്മദിനെ കുറിച്ചും അദ്ദേഹത്തിന് കത്തുകൾ എഴുതാൻ തുടങ്ങി. നേഷൻ ഓഫ് ഇസ്ലാം കറുത്തവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും വെളുത്തവർക്ക് മേൽക്കോയ്മ നൽകുന്ന സാമൂഹിക സങ്കല്പങ്ങളെ നിരാകരിക്കുകയും ചെയ്തു. അതിനു ബദലായി വെള്ളക്കാരുമായി ഒരു പ്രത്യേക അകലം പാലിക്കാനാണ് എലിജ മുഹമ്മദ് തൻ്റെ അനുയായികളെ പഠിപ്പിച്ചത്. വെള്ളക്കാരെ ചെകുത്താന്മാരായിട്ടാണ് അവർ കണ്ടത്. ഭൂമിയുടെ യഥാർത്ഥ നിവാസികളായ കറുത്തവർഗക്കാരേക്കാൾ താഴ്ന്നവരാണ് വെളുത്തവർഗം എന്നവർ വാദിച്ചു. എല്ലാ മതങ്ങളുടെ ആശയങ്ങളെയും എതിർത്തിരുന്ന മാൽക്കം പിന്നീട് നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ഒരു അംഗമായി മാറി. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും എലിജ മുഹമ്മദുമായി നിരന്തരമായ കത്തിടപാടുകൾ നടത്താനും തുടങ്ങി. തങ്ങളുടെ കുടുംബ പേരുകൾ യഥാർത്ഥത്തിൽ പണ്ട് അടിമകളായിരിക്കുമ്പോഴത്തെ യജമാനന്മാരുടെ പേരുകളായിരുന്നതിനാൽ എലിജ മുഹമ്മദിൻ്റെ അനുയായികൾ അവരുടെ പേരുകൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങനെ മാൽക്കം ലിറ്റിൽ മാൽക്കം എക്സ് ആയി. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ചിക്കാഗോയിൽ വെച്ച് എലിജ മുഹമ്മദിനെ പോയി കണ്ടു. തൊട്ടടുത്ത വർഷം തന്നെ ഡിട്രോയിറ്റിലെ ടെമ്പിൾ നമ്പർ 1 നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ അസിസ്റ്റന്റ് മിനിസ്റ്ററായിട്ട് അദ്ദേഹം ചുമതലയേൽക്കപ്പെട്ടു. അദ്ദേഹം പിന്നീട് ബോസ്റ്റണിൽ ടെമ്പിൾ നമ്പർ 11 സ്ഥാപിച്ചു. ഫിലാഡൽഫിയയിലെ ടെമ്പിൾ നമ്പർ 12 വികസിപ്പിക്കുകയും ചെയ്തു. അവസാനം ഹാർലമിലെ ടെമ്പിൾ നമ്പർ 7 നയിക്കാനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ ധാരാളം ആളുകളെ സംഘടനയിൽ ചേർക്കാനും അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാനും മാൽക്കമിന് സാധിച്ചു. You perhaps came here to hear us tell you to turn the other cheek to the brutality of the white man. I say again, you came to the wrong place. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേഷനിലുണ്ടായി വന്ന താരപരിവേഷം അദ്ദേഹത്തെ FBI-യുടെ നിരീക്ഷണ വലയത്തിലാക്കാനിടയാക്കി. We don't teach you to turn the other cheek. We don't teach you to turn the other cheek in the south, and we don't teach you to turn the other cheek in the north. We teach you to obey the law. We teach you to carry yourselves in a respectable way. But at the same time, we teach you that anyone who puts his hand on you, do your best to see that he doesn't put it on anybody else. 1957 അദ്ദേഹം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയത്. ന്യൂയോർക്ക് പോലീസ് അറസ്റ്റിലാക്കുകയും മർദ്ദിക്കുകയും ചെയ്ത നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ പ്രവർത്തകർക്ക് വൈദ്യസഹായവും നിയമസഹായവും എത്തിക്കാൻ വേണ്ടി അദ്ദേഹം
പോലീസ് സ്റ്റേഷൻ ഇടപെട്ടതാണ് അതിന് കാരണം. സ്റ്റേഷന് പുറത്ത് സമരം ചെയ്യാൻ വേണ്ടി തടിച്ചുകൂടിയവരുടെ എണ്ണം ഏകദേശം 4000-ഓളമായിരുന്നു. വലിയ ഒരു ജനക്കൂട്ടത്തെ മാൽക്കം എക്സ് സമർത്ഥമായി നിയന്ത്രിക്കുന്നതിന് സാക്ഷ്യം വഹിച്ച ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരെ ഒന്ന് പകച്ചുപോയി. അന്നേരം ആഴ്ചകൾക്കുള്ളിൽ അവർ അദ്ദേഹത്തെ തങ്ങളുടെ നിരീക്ഷണത്തിലാക്കുകയും ഔദ്യോഗികമായി നാഷണലിലേക്ക് നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്താനും തുടങ്ങി. 1958 മാൽക്കം ബെറ്റിയെ വിവാഹം ചെയ്തു. മാൽക്കമിന്റെ പ്രൊഫൈൽ അച്ചടി മാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ലോകശ്രദ്ധ പിടിച്ചു പറ്റാനും തുടങ്ങി. വളർന്നു വരുന്ന സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ പോലെയുള്ള അതിന്റെ നേതാക്കളെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു. മാൽക്കം എക്സിനെ പലപ്പോഴും ഒരു റിയാക്ഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിട്ടുള്ള നേതാവായിട്ട് ആയിരുന്നു പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈവൻ മാർട്ടിൻ ലൂതർ കിങ് വരെ മാൽക്കം എക്സിന്റെ മരണശേഷം മാൽക്കം എക്സിന്റെ കൊലപാതകത്തിൽ ദുഃഖം രേഖപ്പെടുത്തുമെങ്കിൽ പോലും മാൽക്കം എക്സിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കാൻ സാധിച്ചിരുന്നില്ല എന്ന അർത്ഥത്തിൽ ലൂതർ കിങ് പരാമർശിക്കുന്നത്. മാൽക്കം എക്സും മാർട്ടിൻ ലൂതർ കിങ്ങും ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ രണ്ട് സെൽഫാണെന്ന കാര്യത്തിൽ ഇവർ ജെയിംസ് എച്ച് ബോണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതായത് എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യാനുള്ള, ഇൻജസ്റ്റിസുകളോട് പ്രതികരിക്കാനുള്ള ഒരു റേജിന്റെ പ്രതിനിധിയാണ് മാൽക്കം എക്സ് എന്ന കാര്യത്തിൽ ജെയിംസ് എച്ച് ബോണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ മാർട്ടിൻ ലൂതർ കിങ് ഒരു ഇന്റഗ്രേഷണറി ഡിസയറിനെ, അതായത് വെളുത്ത വർഗ്ഗക്കാരോടൊപ്പം ഇരിക്കാനും അധികാരം പങ്കിടാനുമുള്ള കറുത്ത വർഗ്ഗക്കാരൻ്റെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസയറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ് എന്നും ജെയിംസ് എച്ച് ബോണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. മാൽക്കമിന്റെ സന്ദേശം പൂർവാധികം ഉച്ചത്തിൽ ശ്രവിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച മനുഷ്യനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ വിള്ളലുണ്ടാകുവാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ മാർഗദർശി കൂടിയായിരുന്ന എലിജ മുഹമ്മദിനെ അപേക്ഷിച്ച് മാൽക്കമിന് ജനങ്ങൾക്കിടയിൽ അധികമായി ലഭിച്ച സ്വീകാര്യത നാഷൻ ഓഫ് ഇസ്ലാമിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രകോപനമേതുമില്ലാതിരുന്നിട്ടും നാഷൻ ഓഫ് ഇസ്ലാമിന്റെ കീഴിലുള്ള ഒരു പള്ളിയിൽ ലോസ് ഏഞ്ചലസ് പോലീസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പക്ഷാഘാതം സംഭവിക്കുകയും ചെയ്തു. അതിനുത്തരവാദികളായ പോലീസിനെതിരെ ഒരു കുറ്റവും ചുമത്തപ്പെട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതികാരമോ ചെയ്യാനുള്ള അനുവാദം നൽകാൻ എലിജ മുഹമ്മദ് വിസമ്മതിച്ചത് മാൽക്കം എക്സിനെ അമ്പരപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീട് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റുമായും ബ്ലാക്ക് രാഷ്ട്രീയ പ്രവർത്തകരുമായും മറ്റ് മതസംഘടനകളുമായും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മാൽക്കം എക്സിൻ്റെ ആഗ്രഹത്തിൻ്റെ കാര്യത്തിലും അവർ രണ്ടുപേരും പരസ്പരം വിയോജിച്ചു. കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാൽക്കം എക്സ് നടത്തിയ വിവാദ പ്രതികരണം കാരണം 90 ദിവസത്തേക്ക് മൗനം അവലംബിക്കാൻ അദ്ദേഹം ഔദ്യോഗികമായി നിർബന്ധിക്കപ്പെട്ടു. 1964 മാർച്ച് മാസത്തിൽ നാഷൻ ഓഫ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അതേസമയം മറ്റ് സിവിൽ റൈറ്റ്സ് നേതാക്കളുടെ കൂടെ പ്രവർത്തിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. സംഘടനയിലായിരിക്കുമ്പോൾ എലിജ മുഹമ്മദ് തന്നെ അതിൽ നിന്നും വിലക്കിയിരുന്നു എന്നറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് എലിജ മുഹമ്മദിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായത്. But the real reason is that Elijah Muhammad, the head of the movement, is the father of 8 children by 6 different teenage girls. 6 different teenage girls who were his private personal secretary. നാഷനിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം മാൽക്കം സുന്നി ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളും പ്രയോഗങ്ങളും പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം മുസ്ലിം മോസ്ക് ഇൻകോർപ്പറേറ്റഡ് എന്ന പേരിൽ ഒരു മതസംഘടന സ്ഥാപിച്ചു. പാൻ ആഫ്രിക്കനിസം പ്രചരിപ്പിക്കുന്നതിനായി ഓർഗനൈസേഷൻ ഓഫ് ആഫ്രോ അമേരിക്കൻ യൂണിറ്റി എന്ന പേരിൽ ഒരു മതേതര സംഘവും രൂപീകരിച്ചു. മാർട്ടിൻ ലൂതർ കിങ്ങിനോടുള്ള തൻ്റെ നിലപാട് അദ്ദേഹം ഒന്ന് മയപ്പെടുത്തി. അവർ തമ്മിൽ ഒറ്റത്തവണ മാത്രമേ നേരിൽ കണ്ടിട്ടുള്ളൂ. അതേ വർഷത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തു. മുസ്ലിങ്ങളുടെ മക്കയിലേക്കുള്ള തീർത്ഥാടനം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. With Muslims whose skin would in America be classified as white, and with Muslims who themselves would be classified as white in America. But these particular Muslims didn't call themselves white. They looked upon themselves as human beings, as part of the human family, and therefore they looked upon all other segments of the human family as part of that same family. Now, they had a different look or a different air or a different attitude than that which is reflected in the attitude of the man in America who calls himself white. So I said that if Islam had done that for them, perhaps if the white man in America would study Islam, perhaps it could do the same thing for him. ഹജ്ജിന് ശേഷം മാൽക്കം ആഫ്രിക്കയിലേക്ക് 2 യാത്രകൾ പോയി. ആഫ്രിക്കയിലെ ഉന്നതരായ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അവരിൽ ചിലരാണ് ഖാനയിലെ ക്വാമെ നിക്രുമ, ഈജിപ്തിലെ ഖമാൽ അബ്ദുൽ നാസർ, അൾജീരിയയിലെ അഹമ്മദ് ബൻ ബെല്ല എന്നിവർ. അവരെല്ലാവരും
തങ്ങളുടെ ഗവൺമെൻറ്റുകളിൽ ഒരു ഔദ്യോഗിക പദവി അദ്ദേഹത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഫിഡൽ കാസ്ട്രോയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പുതുതായി ഉണ്ടാക്കിയ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായിട്ട് ആദ്യമായി യോഗം ചേർന്നുകൊണ്ട് ബ്ലാക്ക് ഫലസ്തീൻ ഐക്യദാർഢ്യ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചു. ആ പാരമ്പര്യം ബ്ലാക്ക് പാന്തർ പാർട്ടിയിലൂടെയും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മൂവ്മെൻറ്റിലൂടെയും തുടർന്നു പോരുന്നു. ഹജ്ജിന് ശേഷം മാൽക്കം എക്സിന്റെ വീക്ഷണം തന്നെ കംപ്ലീറ്റ്ലി റാഡിക്കലി സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു അമേരിക്കയിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു ബ്ലാക്ക് നാഷണലിസ്റ്റിന്റെ ചർച്ചകളിൽ നിന്നും ഒരു ബ്ലാക്ക് ഇന്റർനാഷണലിസ്റ്റിന്റെ സോയിൽ തവരസായി അതിനെ വിശേഷിപ്പിക്കുന്നത് മുസ്ലിം ഇന്റർനാഷണൽ എന്ന രീതിയിലാണ്. എങ്കിൽ പോലും അതിലും വിശാലമായി കൊണ്ടൊരു സാർവലൗകികമായ രാഷ്ട്രീയത്തിലേക്കുള്ള മാൽക്കം എക്സിന്റെ മാറ്റമായിട്ട് ഇതിനെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. പലപ്പോഴും പക്ഷേ ഇതേ രാഷ്ട്രീയത്തിലെ മാൽക്കം എക്സിന്റെ രാഷ്ട്രീയം മയപ്പെടുന്നു എന്ന രീതിയിലായിരുന്നു. അതായത് ഹജ്ജിന് ശേഷം മാൽക്കം എക്സിന്റെ രാഷ്ട്രീയം പഴയ തീവ്രമായ നിലപാടുകളിൽ നിന്ന് മയപ്പെട്ട് രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു എന്നാണ് പലപ്പോഴും പലരും വീക്ഷിക്കാറുള്ളത്. എന്നാൽ കൃത്യമായിട്ട് ഇതിനെ പഠിക്കുകയാണെങ്കിൽ ഈ വിമോചനാത്മക രാഷ്ട്രീയത്തിന്റെ റാഡിക്കലായിട്ടുള്ള സാധ്യതകളെ അത് കൂടുതൽ തീവ്രം മാൽക്കം എക്സിന്റെ പഴയ രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതൽ തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാൽക്കമിന്റെ പുറത്തു പോകലും എലിജ മുഹമ്മദിന്റെ ദുർനടത്തത്തെ പരസ്യമായി വിമർശിച്ചതും നാഷൻ ഓഫ് ഇസ്ലാം നിസ്സാരമായി എടുത്തില്ല. അദ്ദേഹത്തിന്റെ കുടുംബം നിരന്തരമായ ഭീഷണികൾ നേരിട്ടു. അവരുടെ വാഹനം ബോംബ് വെച്ച് തകർക്കപ്പെട്ടു. നാഷനിന്റെ ചില പ്രവർത്തകർ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പരസ്യമായി ചർച്ച നടത്തുന്നതിനെ സംബന്ധിച്ച് FBI സർവൈലൻസ് റെക്കോർഡ് കാണിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ വീടിന് തീ വെക്കപ്പെട്ടു. 1965 ഫെബ്രുവരി 21 മൻഹാട്ടനിലെ ഔട്ട്ബോൾ ബോൾറൂമിൽ വെച്ച് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രോ അമേരിക്കൻ യൂണിറ്റി എന്ന സംഘടനയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ ശത്രുക്കൾ വെടിയുതിർത്തു. 21 തവണ. നാഷൻ ഓഫ് ഇസ്ലാമിന്റെ 3 പ്രവർത്തകർക്കുമേൽ അന്വേഷണം നടന്നു. അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കൊല്ലപ്പെടുന്ന സമയത്ത് മാൽക്കം NYPDയുടെയും FBI-യുടെ നിരീക്ഷണ വലയത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ രണ്ടിനും പങ്കുണ്ടെന്നത് ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ്. ഇത് സംബന്ധിച്ച് ഹൂ കിൽഡ് മാൽക്കം എക്സ് എന്ന പേരിൽ ഈ അടുത്ത കാലത്ത് ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധേയമായ ഈ ഡോക്യുമെന്ററി മാൽക്കം എക്സ് കൊലപാതക കേസിലെ നിഗൂഢതകളുടെ ചുരുളയിക്കാൻ ശ്രമിക്കുന്നു. തൽഫലമായി 55 വർഷങ്ങൾക്ക് ശേഷം കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ട നാഷൻ ഓഫ് ഇസ്ലാമിന്റെ പ്രവർത്തകരായ 3 പേരിൽ 2 പേർ നിരപരാധികളാണെന്ന വാദം നേരത്തെ തന്നെ ശക്തമായിരുന്നു. അതിനുള്ള തെളിവുകൾ അവർ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരൊക്കെയായിരുന്നു ഇതിന്റെ പിന്നിൽ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മാൽക്കമിന്റെ ആ പാരമ്പര്യം ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിലൂടെയും സിനിമകളിലൂടെയും സാഹിത്യ രചനകളിലൂടെയും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എങ്ങും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അലക്സ് ഹാലി രചിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മാൽക്കം എക്സിന്റെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറലായിട്ടുള്ള കാനനൈസേഷൻ സാധ്യമാകുന്നത് അലക്സ് ഹാലിയുടെ മാൽക്കം എക്സിന്റെ ആത്മകഥ വരുന്നതോടുകൂടിയാണ്. ഇത് ലോകമെമ്പാടും വായിക്കപ്പെടുകയും പല രീതിയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും അലക്സ് ഹാലി പ്രസന്റ് ചെയ്തിട്ടുള്ള മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരു ഫിഗർ കൾട്ടായി മാറുകയും ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാനും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും പല രീതിയിൽ ആൾക്കാർ കടന്നു വരികയും ചെയ്തു. ഇതോടുകൂടി പല കണക്കുകളും സൂചിപ്പിക്കുന്ന പ്രകാരം മാൽക്കം എക്സിന്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പോപ്പുലർ അക്സെപ്റ്റൻസ് ഇതോടുകൂടി വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അലക്സ് ഹാലിയുടെ ആത്മകഥ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പല എലമെന്റുകളും പിന്നീട് മാനിങ് മരാബിൾ റീഇൻവെൻഷൻ എന്ന രീതിയിൽ ഒരു ആത്മകഥ കൂടി രചിക്കുന്നുണ്ട് മാൽക്കം എക്സിന്റെ ജീവചരിത്രം എന്ന രൂപത്തിൽ. മാനിങ് മരാബിൾ കണ്ടെത്തുന്ന മാൽക്കം എക്സ് അല്ലെങ്കിൽ റീഇൻവെന്റ് ചെയ്യുന്ന മാൽക്കം എക്സ് പലപ്പോഴും അലക്സ് ഹാലിയുടെ മാൽക്കം എക്സുമായി കോൺട്രാക്ടറി പൊസിഷനിൽ നിൽക്കുന്ന ഒരു മാൽക്കം എക്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈവൻ മാൽക്കം എക്സിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലും മാനിങ് മരാബിൾ പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ലോകത്തങ്ങോളമിങ്ങോളമുള്ള വംശീയവരിക്കും സാമ്രാജ്യത്വത്തിനുമെതിരെ പോരാടാൻ തലമുറകൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഹാർലമിൽ വെച്ചാണ് മാൽക്കം എക്സിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. ഒരു കണക്ക് പ്രകാരം അതിൽ 30,000-ഓളം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അഭിനേതാവും ആക്ടിവിസ്റ്റുമായ OC ഡേവിസാണ് അന്ന് അനുശോചന പ്രസംഗം നടത്തിയത്. ഇവിടെ ഈ അന്ത്യമുഹൂർത്തത്തിൽ പ്രശാന്തമായ ഈ സ്ഥലത്ത് വെച്ച് ഹാർലം അതിൻ്റെ ഏറ്റവും തിളക്കമാർന്ന പ്രത്യാശയോട് വിട പറയുകയാണ്. ആ പ്രതീക്ഷാനാളം അസ്തമിച്ചുപോയി. അത് എന്നേക്കുമായി അണഞ്ഞു കഴിഞ്ഞു. പലരും ചോദിക്കും, കൊടുങ്കാറ്റ് പോലെ കടന്നു വരികയും വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്ത ധീരനായ ഈ യുവനായകനിൽ ആദരിക്കുവാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ദർശിക്കുന്നത്? അത് കേട്ട് ഞങ്ങൾ പുഞ്ചിരിക്കുകയുള്ളൂ. അവർ പറഞ്ഞേക്കും,
അയാൾ വെറുപ്പിൻ്റെ വക്താവാണെന്ന്, മതഭ്രാന്തനും വംശീയവാദിയുമാണെന്ന്, നിങ്ങൾ ഏതൊന്നിനു വേണ്ടിയാണോ പോരാടുന്നത് ആ ലക്ഷ്യങ്ങൾക്ക് ദോഷം വരുത്തിവെക്കുന്ന ആളാണ് എന്ന്. അവരോട് ഞങ്ങൾക്കുള്ള മറുപടി ഇതാണ്: നിങ്ങൾ എപ്പോഴെങ്കിലും സഹോദരൻ മാൽക്കമിനോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അദ്ദേഹം നിങ്ങൾക്കൊരു ചിരി സമ്മാനിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? മാൽക്കം ഞങ്ങളുടെ പൗരുഷമായിരുന്നു, ജീവനുള്ള കറുത്തവരുടെ പൗരുഷം. തൻ്റെ ജനതയ്ക്ക് അദ്ദേഹം ജീവിതം കൊണ്ട് അർത്ഥം നൽകി. അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ നാം ആദരിക്കുന്നത് നമുക്കിടയിൽ ഏറ്റവും മികച്ചതെന്താണോ അതിനെയാണ്. നാം ഈ മണ്ണിൽ അടക്കം ചെയ്തത് ഒരു മനുഷ്യനെയല്ല, ഒരു വിത്താണ്. അതൃപ്തിയുടെ ശൈത്യകാലത്തിന് ശേഷം വീണ്ടും നാം കണ്ടുമുട്ടും. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു എന്ന്. നമുക്ക് മാത്രം സ്വന്തപ്പെട്ട കറുത്ത് തിളങ്ങുന്ന രാജകുമാരൻ. മരിക്കുവാൻ അദ്ദേഹത്തിന് സന്ദേഹമുണ്ടായിരുന്നില്ല. അത്രമാത്രം അദ്ദേഹം നമ്മെ സ്നേഹിച്ചിരുന്നല്ലോ. Will you now use Shabazz and drop X? I'll probably continue to use Malcolm X and I'll probably use it as long as the situation that produced it exists.